ആദ്യം പ്രിപ്പറേഷൻസ് തുടങ്ങിയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊച്ചിലെ മുതൽ ആ മിസ് ഇന്ത്യ സ്വപ്നം കണ്ടിട്ടാണ് വളർന്നത്. ആ മിസ്സിന്റെ അതുകൊണ്ടാണ് ഞാൻ വളർന്നത്. എന്നിട്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ കുറെ ആദ്യം മുതലേ ശ്രമിക്കുന്നുണ്ട്. ഞാൻ കുറെ കോമ്പറ്റീഷനിൽ പാട്ടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും ചോദിക്കുന്നത്, എങ്ങനെ ആൻസർ പറയേണ്ടത്, അതൊക്കെ എനിക്ക് ഒരു റഫ് ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈ ട്രെയിനിങ് പ്രോഗ്രാം തന്നെ അവരുടെ റിഗറസ് ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ തന്നെ നമ്മളൊരു കംപ്ലീറ്റ് ഡിഫറെന്റ് പേഴ്സണാലിറ്റി ആവാണ്. നമ്മുടെ പെർസ്പെക്റ്റീവ് ടുവേർഡ്സ് ലൈഫ്, നമ്മൾ എങ്ങനെ ഓരോരോ കാര്യങ്ങളെ കാണുന്നത്, അതിനെ എങ്ങനെ ഒബ്സർവ് ചെയ്യുന്നത്, അത് ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ എല്ലാം കൂടെ ഒരു മിക്സ്ചറാണ്. പിന്നെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇപ്പൊ എങ്ങനെ സംസാരിക്കുന്നത് അത് ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതെല്ലാം കൂടെ ഒരു എന്താ പറയാ, ഒരു മിക്സ്ചർ ആക്കിയിട്ടാണ് നമ്മളുടെ പേഴ്സണാലിറ്റി വെളിയിൽ വരുന്നത്. ഈ പ്രാവശ്യം കൂടുതലും എല്ലാ ക്വസ്റ്റ്യൻസും ചോദിച്ചിരുന്നതെല്ലാം വിമൻ, സ്ത്രീകളുടെ ബേസ്ഡ് ആയിരുന്നു. എന്നോട് ചോദിച്ചിരുന്നത് വാട്ട് ഇസ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് എ വുമൻ ക്യാൻ ഗിവ് എ മാൻ, അതായിരുന്നു എന്നോട് ഫസ്റ്റ് ഫൈനൽ 10 സെമി ഫൈനൽ റൗണ്ടിൽ ചോദിച്ചത്. പിന്നെ ഫൈനൽ റൗണ്ടിൽ ചോദിച്ചത് there are increasing number of divorce rates in India. What is the reason? Is it because of Western culture? അപ്പൊ എനിക്ക് രണ്ടിനും ഞാൻ ആൻസർ പറഞ്ഞത് അന്നേരം എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് അന്നേരം ഞാൻ പറഞ്ഞത്. അത് ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പം ഒരു ആൻസർ കാണാതെ പഠിച്ചിട്ട് പോയി അത് സ്റ്റേജിൽ പറയാൻ പറ്റില്ല. അത് ഒരു വേർഡ് മറന്നുപോയി കഴിഞ്ഞാൽ അത് കുളമാവും. പിന്നെ അതല്ലാതെ നമ്മൾ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല കാണാതെ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച് ആ വേർഡ് ടു വേർഡ് ഒന്നും പറയാൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾക്ക് തോന്നുന്ന കാര്യം നമ്മൾ സത്യസന്ധതയോടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്കാർക്ക് മനസ്സിലാവും, ജഡ്ജസിന് മനസ്സിലാവും. അങ്ങനെ അതിനനുസരിച്ചാണ് നമുക്ക് പോയിന്റ്സ് തരുന്നത്. ഞാൻ ഫസ്റ്റ് ആൻസർ പറഞ്ഞത് ടു ബി ബോൺ ആസ് എ വുമൻ ഇറ്റ് സെൽഫ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും കൈകൊട്ടാൻ തുടങ്ങി. ഈവൻ ജഡ്ജസും ഒത്തിരി ഹാപ്പിയായി. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്റെ കോൺഫിഡൻസ് ലെവൽ കൂടി. പിന്നെ ഞാൻ പറഞ്ഞു, ഒരു സ്ത്രീക്ക് മാത്രമേ ഒരു കുഞ്ഞിനെ ലോകത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഒരു പുതിയ ലൈഫ് കൊടുക്കാൻ ഒരു സ്ത്രീക്ക് മാത്രമേ കഴിയുള്ളൂ. അപ്പൊ അതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിവോഴ്സ് റേറ്റ്സിന്റെ കുറിച്ചായിരുന്നു. അതിന് ഞാൻ പറഞ്ഞത് ഡിവോഴ്സ് റേറ്റ് നമ്മുടെ ഇന്ത്യയിൽ കൂടുന്നുണ്ടെങ്കിലും അത് വെസ്റ്റേൺ കൾച്ചറിന്റെ ഇൻഫ്ലുവൻസ് അല്ല. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ തന്നെ വേണം കോംപ്രമൈസും ചെയ്യാനായിട്ട്. കുറെ കോംപ്രമൈസസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ അത് പറഞ്ഞു. പിന്നെ എന്റെ ബിലീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരേജ് ഇസ് നോട്ട് വെയർ വൺ completes you. It is where you share your completeness. അതെന്റെ ഒരു സ്ട്രോങ് ബിലീഫാണ്. അതുകൊണ്ട് ഞാനത് എഴുതി, ഞാനത് പറഞ്ഞു. അത് ജഡ്ജസിന് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് എനിക്ക് കൂടുതൽ മാർക്സ് കിട്ടിയത്. പിന്നെ ഞാൻ ജയിക്കുകയും ചെയ്തു. അതിനെ ഞാൻ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലായിടത്തും നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കാൻ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഈ ലോകത്ത് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ചീത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ സ്ത്രീകളെ ഈ പ്രോബ്ലംസ് ഉള്ള സ്ഥലത്തെല്ലാം ഞാൻ പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് ഷുഡ് ഹാവ് സം സ്ട്രിക്റ്റ് റൂൾസ് ടു കർബ് ദി ആക്ടിവിറ്റീസ്. അതല്ലെങ്കിൽ പിന്നെ മീൻസ് ഇപ്പം അതിനു വേണ്ടിയിട്ട് ഒരു ആക്ഷനും എടുത്തില്ലെങ്കിൽ ഒരു കാലം വരും സ്ത്രീകൾ വെളിയിൽ പോകുമ്പോൾ അവരുടെ കയ്യിൽ ചാത്തിയോ തോക്കോ എല്ലാം കാണും. അവര് പിന്നെ ആക്ഷൻ എടുക്കാൻ തുടങ്ങും. അപ്പൊ അത് നമ്മൾക്ക് മാറ്റി നിർത്തണമെങ്കിൽ ഗവൺമെന്റ് തന്നെ മുന്നോട്ട് വന്നിട്ട് അതിനു വേണ്ടിയിട്ട് സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കണം. അതാണ് എന്റെ ബിലീഫ്. പിന്നെ എനിക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ കൂടുതൽ അവെയർ ആക്കുക, സ്ത്രീകളെ കൂടുതൽ അവെയർ ആക്കുക അവരുടെ പ്രോബ്ലംസിനെ കുറിച്ച്. അവർക്ക് മിക്കവാറും സ്ത്രീകൾ മീൻസ് പറയാറില്ല, അത് തുറന്നു പറയാറില്ല. പിന്നെ വെളിയിൽ വരുന്ന ന്യൂസുകളൊക്കെ ആണെങ്കിൽ അത് റിപ്പോർട്ടേഴ്സ് പോയി അങ്ങനെ അറിയുന്നതാണ്. അതുകൊണ്ട് അവരെ കൂടുതൽ അവെയർ ആക്കി അവരുടെ പ്രോബ്ലംസ് തുറന്നു പറയാനായിട്ട് അവരെ പ്രേരിപ്പിക്കുക. അതാണ് എന്റെ മോട്ടീവ്. ഒരിക്കലും നമ്മൾ പ്ലാൻ ചെയ്യുന്ന എല്ലാം നടക്കണം എന്ന് ആവശ്യമില്ല. അതുകൊണ്ട് ഐ ബിലീവ് ഇൻ ടേക്കിംഗ് 1 day at a time. ഇപ്പൊ എന്റെ മെയിൻ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ് വേൾഡ് ജയിക്കാനുള്ളതാണ്.
ഇപ്പം ഈ മിസ് ഇന്ത്യ പ്ലാറ്റ്ഫോം, മിസ് ഇന്ത്യ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഞാൻ ജയിച്ചത് കാരണം അത് എനിക്ക് വേണ്ടിയിട്ട് നല്ല എക്സ്പോഷർ ആയിരുന്നു അത്. അപ്പൊ ആൾക്കാർക്കെല്ലാം എന്നെ അറിയാം ഇപ്പം. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും സോഷ്യൽ കോസിന് വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അതിനെനിക്ക് ബുദ്ധിമുട്ട് വരില്ല. ഞാൻ ഇപ്പം സ്ട്രോങ്ലി ഫീൽ ചെയ്യുന്ന എന്തെങ്കിലും സോഷ്യൽ കോസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എനിക്ക് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എനിക്കറിയാം ഇപ്പൊ ആൾക്കാർ കാണും എന്റെ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊന്നും. അപ്പം മിസ് വേൾഡും കൂടെ ജയിക്കുവാണെങ്കിൽ അത് എന്റെ സ്ട്രോങ് ഹോൾഡ് ആയിരിക്കും അതില്. അതുകൊണ്ട് അതാണ് എന്റെ ആദ്യത്തെ മോട്ട്. അത് ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എനിക്ക് കുറെ കൂടെ നന്നായി നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. എനിക്ക് കുറെ കാര്യങ്ങളുണ്ട് ചെയ്യാൻ ആഗ്രഹമുള്ളത്. അത് ഞാനിപ്പം പറയുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാനത് അതെല്ലാം പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ അത് എനിക്കൊരു ബാക്ക്ലാഷ് ആവും. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഓരോരോ കാര്യം ചെയ്യുമ്പോൾ അത് അന്നേരം ലോകം അറിയട്ടെ. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ മിസ് വേൾഡിന്റെ കോമ്പറ്റീഷൻ യുക്രൈനിൽ വെച്ചാണ്. അത് October 4th അപ്പൊ ഇതിനകത്തിന് കുറെ സമയമുള്ള കാരണം ഞാനിപ്പം മെയ് വരെ ഫോട്ടോഷൂട്ട്സും ഫാഷൻ ഷോസ് പിന്നെ എനിക്ക് കുറെ ചാരിറ്റി വർക്ക് അതിനൊക്കെ പോകണം. അതിലൊക്കെ ഞാൻ ബിസി ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് മെയ് 15th ഒക്കെ ആകുമ്പോഴത്തേക്കും എന്റെ പ്രിപ്പറേഷൻസ് തുടങ്ങും. എന്റെ ഫിറ്റ്നസ് എക്സ്പേർട്ട് ഉണ്ട്, പിന്നെ ഡാൻസ് ട്രെയിനർ ഉണ്ട്. അങ്ങനെ കുറെ ട്രെയിനേഴ്സ് ഉണ്ട് എനിക്ക് വേണ്ടിയിട്ട്. ഹിമന്ത് ത്രിവേദി ഉണ്ട്, പുള്ളിക്കാരന് കുറെ അത് എക്സ്പീരിയൻസ് ഉണ്ട്. മിസ് വേൾഡ് ജഡ്ജൊക്കെ ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിൽ കുറെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് മീൻസ് എനിക്ക് ആവശ്യമായ ഇൻഫർമേഷൻ എല്ലാം തരും. പിന്നെ സബീര മെർച്ചന്റ് ആണ് എന്റെ ഡിക്ഷൻ എക്സ്പേർട്ട്. അത് ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോൾ കോമ്പറ്റീഷൻ പോകുമ്പോൾ സംസാരിക്കാനും നമ്മളെ പ്രസന്റ് ചെയ്യാൻ അത് അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ കുറെ എക്സ്പേർട്സ് ഉണ്ട്, അവരെനിക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതിന്റെ ട്രെയിനിങ് തുടങ്ങുന്നത് May 15th കഴിഞ്ഞിട്ടായിരിക്കും. എനിക്ക് കിരീടം കിട്ടാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് കാരണം എനിക്ക് തോന്നുന്നത് എന്റെ ഡിറ്റർമിനേഷനാണ്. ഞാൻ കൊച്ചു തൊട്ട് തന്നെ എനിക്ക് മിസ് ഇന്ത്യ ആകണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വളർന്നത്. എന്റെ ബിലീഫ് എത്ര സ്ട്രോങ് ആണെന്ന് ഞാൻ അന്ന് ആ ഫൈനൽ ഡേയിലാണ് അറിഞ്ഞത്. അപ്പൊ അത് എന്റെ ഡ്രീം മാത്രമല്ലായിരുന്നു, എന്റെ പേരൻസിന്റെയും എന്റെ റിലേറ്റീവ്സിന്റെയും എന്റെ ഫ്രണ്ട്സിന്റെ എല്ലാവരുടെയും ഡ്രീമായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ആ സ്ട്രോങ് ഡിറ്റർമിനേഷൻ, പിന്നെ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ കിട്ടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൂടുതൽ ശ്രമിക്കണം, ഫുൾ 100% കൊടുക്കണം. എന്നിട്ട് ഫുൾ കോൺഫിഡൻസോട് കൂടി ആൾക്കാരുടെ മുമ്പിൽ നിങ്ങൾക്ക് തോന്നുന്നത് തന്നെ പറയണം, നിങ്ങളുടെ മനസ്സിൽ വരുന്നത് തന്നെ പറയണം. അത് നമ്മൾ ഉണ്ടാക്കി ആൾക്കാരുടെ മനസ്സ് മാറ്റാനുള്ള അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാർ ഒത്തിരി ക്ലെവർ, അവർക്ക് മനസ്സിലാവും അത്. അതുകൊണ്ട് നമ്മൾക്ക് എന്തോ തോന്നുന്നു, നമ്മൾക്ക് എന്തോ ആണ് സത്യം, അത് തോന്നുന്നത് തന്നെ പറയണം. അതാണ് എന്റെ മോട്ടീവ്. അത് തന്നെ ഞാൻ ചെയ്തത്. എന്റെ സ്ട്രോങ് ഡിറ്റർമിനേഷൻ, എന്റെ വിൽ പവർ ആൻഡ് എന്റെ കോൺഫിഡൻസ്, പിന്നെ എന്റെ പേരൻസിന്റെ, എന്റെ റിലേറ്റീവ്സിന്റെ, എന്റെ ഫ്രണ്ട്സിന്റെ, അവരുടെ എല്ലാവരുടെയും സപ്പോർട്ട്, അവരുടെ കോൺഫിഡൻസ് എന്റെ പുറത്തുള്ള കോൺഫിഡൻസ് അവർക്കുണ്ടായിരുന്നത്, അതാണ് എന്റെ വിജയത്തിന്റെ രഹസ്യം.